ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പരീക്ഷ ടൈം ടേബിളുകളൊക്കെ വന്നു അല്ലേ. മെയ് മാസം ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. എക്സാം കലണ്ടർ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷ ഏതായാലും നോൺ ജി കെ എന്നുള്ളൊരു ഭാഗം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ലേ. ജി കെ സെഷനും നോൺ ജി കെ സെഷനും നിന്നായിട്ട് നമ്മുടെ സിലബസിനെ രണ്ടായി തരംതിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജി കെ സെഷനിൽ നിന്നുള്ള മാർക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നോ അതിനേക്കാൾ ഇരട്ടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നോൺ ജി കെ. അപ്പോൾ നോൺ ജി കെയിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുമാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നോൺ ജി കെയിൽ നമുക്ക് കറണ്ട് അഫെയറും കൂടിയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ 25 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. ആദ്യമായിട്ട് ഡേ 1 and 2 ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ 2 ദിവസം എടുക്കുകയാണെങ്കിലാണ് 50 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്ത് വരുന്നത്. ഒരു ദിവസം കൊണ്ടാണെങ്കിൽ 25 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നോൺ ജി കെയിൽ നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, കുറച്ച് എഫേർട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഡേ 1ഉം 2ഉം നോക്കേണ്ടത് സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി വിഭാഗത്തിലെ ശ്രേണികൾ എന്ന് പറയുമ്പോൾ സംഖ്യാശ്രേണികളുണ്ട്, അക്ഷരശ്രേണികളുണ്ട്, രണ്ടും ചോദിക്കാറുണ്ട്. ഇനി മലയാളം വിഭാഗത്തിൽ വചനം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, വചനം എന്ന ഗ്രാമർ പോർഷൻസ് കുറച്ചുണ്ട് മലയാളത്തിൽ, പിന്നീട് കൂടുതലും വൊക്കാബുലറിയാണ് കൂടുതൽ മലയാളത്തിൽ വരുന്നത്. സിലബസ് കണ്ടു കാണുമല്ലോ. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുമ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഈ ഒരു ഭാഗമാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസ് ഒക്കെ PYQ മോഡലൊക്കെ ആയിട്ട് പഠിച്ചു പോയാൽ മതിയാകും. നല്ല എളുപ്പമുള്ളൊരു ഏരിയ ആണ് കേട്ടോ കളക്റ്റീവ് നൗൺസ് ഒക്കെ പഠിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 1ലെ ടോപ്പിക്ക്. അപ്പോൾ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ശ്രേണികൾ, സംഖ്യ അല്ലെങ്കിൽ അക്ഷരശ്രേണി രണ്ടും പഠിക്കണേ. വചനം, മലയാളത്തിൽ വചനം, ഏകവചനം, ബഹുവചനം എന്നുള്ള 2 വചനങ്ങളുണ്ടല്ലോ അത്. അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസും, അതുപോലെ കളക്റ്റീവ് നൗൺസും. ഇതാണ് ഡേ 1ലും 2ലും കൂടി പഠിക്കേണ്ടത്. ഇനി വേഗം പഠിച്ചു തീരുന്നവരാണെങ്കിൽ ഡേ 1 കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. അപ്പോൾ 25 ദിവസം മതിയാകും ഈ ഒരു ടോപ്പിക്ക് കവർ ആവാൻ. ഓക്കെ, ഇനി അടുത്ത് ഡേ 3 and 4 ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ. നേരത്തെ നമ്മൾ നോർമൽ എണ്ണൽ സംഖ്യകളുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി ഇതിൽ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും, ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് ഈ 3-4 ദിവസങ്ങൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, നല്ല ഡീപ്പായിട്ടൊന്നും പഠിച്ചു പോയില്ലെങ്കിലും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് PYQ ഒക്കെ ഉൾപ്പെടുത്തി അങ്ങനെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തത് സിംഗുലർ, പ്ലൂറൽ. ഇമ്പോർട്ടൻ്റ് ആണ് സിംഗുലർ, പ്ലൂറൽ എന്നുള്ളത്. എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലതിനൊക്കെ എസ് ആയിരിക്കും, ചിലത് ES, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ കൂടിയാണ് സിംഗുലർ, പ്ലൂറൽ. ഇനി അടുത്ത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അടുത്തത്. ഓക്കെ, ബോട്ട് മാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇല്ലാത്ത പരീക്ഷ പേപ്പറുകളില്ല ഏത് ലെവലായാലും. അതുപോലെ തന്നെ മലയാളത്തിൽ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ. അപ്പോൾ 2 വാചകങ്ങൾ കൂടി ചേരുമ്പോൾ അതിന് ചേർത്ത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചേർത്തെഴുത്ത് എന്നതിൽ വരുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സിംഗുലർ, പ്ലൂറൽ, അതുപോലെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ചേർത്തെഴുത്ത്, ഇതൊക്കെയാണ് നമ്മുടെ 2 and 4 ഡേയിൽ നോക്കേണ്ടത്. ഇനി 5-6 ദിവസങ്ങളിൽ ശതമാനം, സ്ഥാനനിർണ്ണയം. ഓക്കെ, അപ്പോൾ മാത്സ് വിഭാഗത്തിലെ ശതമാനം, മെൻ്റൽ എബിലിറ്റിയിൽ സ്ഥാനനിർണ്ണയം. ഓക്കെ, ഇപ്പോൾ ഒരു വരിയിൽ ഇപ്പോൾ 30 കുട്ടികളാണുള്ളത്. അതിൽ നിന്നും ഇപ്പം എന്താണ് വലത് നിന്നും നോക്കുമ്പോൾ 15ാമതാണ് ഈ ഒരു കുട്ടി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇടതു നിന്നും എത്രാമതാണ്, അല്ലെങ്കിൽ എന്താണ് താഴെ നിന്നും മുകളിൽ നിന്നും 4ാമത്തെ കുട്ടി ആണ്. അപ്പോൾ അത് താഴെ നിന്നും എത്രാമതായിരിക്കും, അങ്ങനെയുള്ള കണക്കുകളാണ് സ്ഥാനനിർണ്ണയത്തിൽ വരിക. അതുപോലെ തന്നെ എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻറ്റുകൾ. പിന്നെ യൂസസ് ഓഫ് പ്രിഫിക്സ്, സഫിക്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രിഫിക്സ്, സഫിക്സ്. അതുപോലെ തന്നെ മലയാളത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു ഏരിയയാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും. ഓക്കെ, അത് മലയാളത്തിൽ വിപരീതം എന്നുള്ളതിലും കുറേയധികം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും നോക്കാം. അപ്പോൾ എന്താണ് ശതമാനം, സ്ഥാനനിർണ്ണയം, എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, യൂസ് ഓഫ് പ്രിഫിക്സ്, സഫിക്സ്, സ്ത്രീലിംഗം, പുല്ലിംഗം. ഇതാണ് 5-6 ദിവസങ്ങൾ നോക്കേണ്ടത്. ഇനി 7-8 ദിവസങ്ങൾ ലാഭവും നഷ്ടവും, അതുപോലെ തന്നെ സമാന ബന്ധങ്ങൾ. ഓക്കെ, മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും സമാന ബന്ധങ്ങൾ. ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് ഇല്ലാത്ത ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ അല്ലേ, അത് ഉപയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോവുക. ഇനി കോമ്പൗണ്ട് വേർഡ്സുകൾ, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത് പോലെ തന്നെയാണ് പിരിച്ചെഴുത്തും. അതപ്പോൾ അത് ഒരുമിച്ച് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ, പഠിച്ചു തീർക്കാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ് ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്. പക്ഷേ അതങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ എടുത്തു എന്ന് മാത്രം. ഓക്കെ,
അപ്പോൾ ലാഭവും നഷ്ടവും, സമാന ബന്ധങ്ങൾ, ആർട്ടിക്കിൾസ്, കോമ്പൗണ്ട് വേർഡ്സ്, പിരിച്ചെഴുത്ത്. ഓക്കെ, അതാണ് 7ഉം 8ഉം ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. ഇനി 9, 10 ദിവസങ്ങളിൽ സാധാരണ പലിശ പഠിക്കാം. ഓക്കെ, സാധാരണ പലിശ എന്നുള്ള ടോപ്പിക്കാണ് 9, 10 ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. പിന്നെ ഒറ്റയാനെ കണ്ടെത്തൽ, ആ ഒരു ഏരിയ പഠിക്കാം. പിന്നെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ഇതൊക്കെ കുറേ അധികം യൂട്യൂബ് ക്ലാസ്സുകളോ ടെലഗ്രാമിൽ എന്തെങ്കിലും നോട്ട്സോ അങ്ങനെയൊക്കെ നോക്കി പഠിച്ചാലും മതി. അല്ലെങ്കിൽ റാങ്ക് ഫയൽ കൂടുതൽ, അപ്പോൾ ഇംഗ്ലീഷ് മാത്രമുള്ള റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ ഇത്രയും കൂടി ഉപകാരമായിരിക്കും. അല്ലാതെ ഇപ്പോൾ വലിയൊരു റാങ്ക് ഫയലിൽ ഇപ്പോൾ എന്താണ് പണ്ടത്തെ റാങ്ക് ഫയൽ എങ്ങനെയാണ്, മലയാളം, മാത്സ്, മെൻ്റൽ എബിലിറ്റി എല്ലാത്തിനും ഒരു കുറച്ച് ഏരിയകളുള്ളൂ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ 3 സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ പുസ്തകങ്ങളൊക്കെ പണ്ടത്തേലും മതി. അതുണ്ട് വെച്ചാൽ അത് നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സുകളുടെ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് ഡേ 9, 10 പഠിക്കേണ്ടത്. ഇനി 11, 12 കൂട്ടുപലിശയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ സാധാരണ പലിശ ഒരു ദിവസം പഠിച്ചാൽ മതി. പിന്നെയാണ് അടുത്ത 2 ദിവസങ്ങളിൽ കൂട്ടുപലിശ നോക്കുക. സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, സംഖ്യയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്നാൽ ഒരു ചുരുങ്ങിയ സമയം മതി പഠിച്ചു തീർക്കാൻ. അപ്പോൾ അത് നന്നായി പഠിക്കുക. പിന്നെയുള്ളത് ഘടകപദം. മലയാളം ഗ്രാമർ വേർഷനിലുള്ള ഒരു ഭാഗം തന്നെയാണ് ഘടകപദം. പിന്നെ അബ്രീവിയേഷൻസും എക്സ്പാൻഷനും, കുറച്ച് അബ്രീവിയേഷൻസ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനിയും വന്നുകൂടാതൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ IT വിഭാഗത്തിലൊക്കെ നോക്കിയിട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. IT ഇപ്പോൾ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് പഠിച്ചാൽ ഇത്തിരി കൂടി നല്ലതാണ്. അപ്പോൾ അതാണ് 11, 12 ദിവസങ്ങളിൽ നോക്കേണ്ടത്. ഇനി ഡേ 13, 14 ദിവസങ്ങളിൽ അംശബന്ധം, അനുപാതം, കോഡിങ്, ഡീകോഡിങ് ഇതൊക്കെയാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ്, ജെറണ്ട് നല്ലൊരു ഏരിയയാണ്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ജെറണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ING ഫോം ചേർത്തിട്ടുള്ളതാണ്. ഒരു വെർബ്, പ്ലേ എന്നുള്ളൊരു വെർബ് എടുത്തു, അതിൻ്റെ ING ഫോം ആകുമ്പോൾ പ്ലേയിങ് എന്നുള്ളതായിരിക്കും ജെറണ്ട് ഫോം വരിക. അപ്പോൾ ജെറണ്ട് ഫോം എന്ന് വെച്ചാൽ ജെറണ്ട് ഉപയോഗിക്കുന്ന കുറേയധികം വേർഡ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്, കുറച്ച് ഓൾഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ് അങ്ങനെയൊക്കെ ചേർക്കുന്ന സന്ദർഭങ്ങൾ, ആ റൂൾസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻഡ് ആയിട്ട് പഠിക്കുക. കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനോണിംസ് എന്ന് തരികയാണെങ്കിൽ ഒറ്റയടിക്ക് സിനോണിംസ് മുഴുവൻ പഠിച്ചു തീർക്കാനായിട്ട് ഒരാളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു 3 or 4 സിനോണിംസ് പഠിക്കുക. അതിനൊപ്പം തന്നെ ഒരു 4 ആൻറ്റോണിംസ് പഠിക്കുക. കുറച്ച് വൺ വേർഡുകൾ പഠിക്കുക. കുറച്ച് ഇഡിയംസ് പഠിക്കുക. കുറച്ച് ഫോറിൻ വേർഡ്സ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ എല്ലാം കൂടി ഒരു 10 or 15 വെച്ച് ഒരു ദിവസം പഠിക്കുക. എല്ലാം ഉൾപ്പെടുത്തി പഠിക്കുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഓർത്തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ മലയാളത്തിലെ ശൈലികൾ എന്നുള്ള ഒരു ഏരിയ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഏരിയയാണ് ഡേ 13, 14 പഠിക്കേണ്ടത്. ഇനി 15, 16 ദിവസങ്ങളിൽ സമയവും ദൂരവും. സമയം, ദൂരം എന്നുള്ള മാത്സ് വിഭാഗം. അതുപോലെ തന്നെ ഫാമിലി റിലേഷൻ, ബ്ലഡ് റിലേഷൻ എന്നൊക്കെ കാണുന്ന കുടുംബ ബന്ധങ്ങൾ എന്നാണ് മെൻ്റൽ എബിലിറ്റിയിൽ. അപ്പോൾ എന്താണ് ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെൻസസ് പഠിക്കുക. ടെൻസസിൻ്റെ പാർട്ട് 1 ആണ് ഇവിടെ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുമ്പോൾ സിനോണിം മാത്രമായിട്ടോ ആൻ്റണി മാത്രമായിട്ടല്ല എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം. ഫോറിൻ വേർഡ്സ്, ഇഡിയംസ്, അതുപോലെ സിനോണിംസ്, ആൻറ്റോണിംസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കുറേശ്ശായിട്ട് പഠിച്ചു പോവുക. അതൊന്നൊരു ഷോർട്ട് നോട്ടായിട്ട് ഡേ 1 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നന്നായി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇനിയേ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മലയാളം പഴഞ്ചൊല്ലുകൾ, ശൈലി പഴഞ്ചൊല്ലുകൾ എന്നുള്ളത് 2 ദിവസമായിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പഴഞ്ചൊല്ലുകൾ പഠിക്കുക. ഇനി അടുത്തത് ഡേ 17, 18 സമയവും പ്രവൃത്തിയും. ഇമ്പോർട്ടൻ്റ് ആണ് സമയവും പ്രവൃത്തിയും, അത് പഠിക്കുക. പിന്നെ ദിശയാണ് മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ പഠിക്കാനുള്ളത്. ടെൻസസ് അടുത്ത ഭാഗം നോക്കുക. അപ്പോൾ 2 ദിവസം ഇതിലാണെങ്കിൽ 4 ദിവസം ടെൻസസ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുക. അതുപോലെ മലയാളത്തിൽ വാക്യശുദ്ധി എന്നുള്ളൊരു ഏരിയ, കുറച്ച് തെറ്റുകൾ വരുന്ന ഏരിയകൾ പലതരം തെറ്റുകൾ മലയാളത്തിൽ ഓർഡറിനായിരിക്കാം, അല്ലെങ്കിൽ അക്ഷര തെറ്റുകളായിരിക്കാം അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ ആ സെൻറ്റൻസുകളിൽ ഉണ്ടായിരിക്കും. ഓർഡർ തെറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ്. അപ്പോൾ ആ ഒരു 4-5 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വാക്യശുദ്ധി നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് 17, 18 ദിവസങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത് 19, 20 ദിവസങ്ങളിലാണ് ശരാശരി, അതുപോലെ ക്ലോക്കിൻ്റെ സമയം, കോണളവ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. പിന്നെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ടെൻസസിൻ്റെ ഉപയോഗം, അതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻഡ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാം. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ നമ്മുടെ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, ശൈലി, പഴഞ്ചൊല്ല്, വാക്യശുദ്ധി ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വൊക്കാബുലറി സെഷനാണ്. പദശുദ്ധി ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഏരിയകൾ. ഇതുപോലെ തന്നെ എന്താണ് സമാന പദങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, വിപരീത പദങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇംഗ്ലീഷ്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതും
എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞ പോലെ തന്നെയാണ് പഠിക്കേണ്ടത്. ഡെയിലി കുറേശ്ശെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കുക. അല്ലാണ്ട് ഒറ്റയടിക്ക് വിപരീതം മുഴുവൻ പഠിച്ചു തീർക്കാമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കുറേശ്ശെ ഉൾപ്പെടുത്തി, ക്വാണ്ടിറ്റി കുറച്ച് എന്നാൽ എല്ലാ വിഭാഗത്തിൽ നിന്നും എടുത്ത് അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഡേ 21, 22. ഇതിൽ കൃത്യംഗങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ക്ലോക്കിൻ്റെ സമയം, പ്രതിബിംബം, മിറർ ഇമേജ്, ആ ഒരു ഏരിയയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമ്മൾ ഗ്രാമറിലുള്ള ഒരു ഇതും വിട്ടു പോകാണ്ട് തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിലാണ് കൂടുതലായിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. വൊക്കാബുലറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം പഠിച്ചാലും ഇപ്പോൾ ഒരു സിനോണിം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കേട്ട് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതന്നെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, ഇതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി കുറച്ച് പഠിക്കുക, മലയാളം വൊക്കാബുലറിയും പഠിക്കുക. ഓക്കെ, വൊക്കാബുലറി പഠിക്കുമ്പോൾ വീണ്ടും പറയുകയാണ്, എന്താണ് എല്ലാത്തേനും എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ഡേ 21 ആൻഡ് 22. ഇനി ഡേ 23, 24 നോക്കുന്നത് ജ്യാമിതിയാണ്. ജ്യാമിതീയ രൂപങ്ങളിൽ 2D മാത്രം പഠിക്കുക. സാമാന്ത്രികം, ചതുരം, സമചതുരം, അതുപോലെ തന്നെ എന്താണ് ലംബകം, അങ്ങനെയുള്ള 2D അതിൻ്റെ ഏരിയ കാണാൻ, ചുറ്റളവ് കാണാൻ, അതിലല്ലേ ഫോർമുലാസ്, അങ്ങനെയൊക്കെ വെച്ച് അത് പഠിക്കാം. അതുപോലെ തന്നെ ക്ലറിക്കൽ എബിലിറ്റി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് മെൻ്റൽ എബിലിറ്റിയിൽ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഏരിയ പഠിക്കാം. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുക, മലയാളം വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കാം. പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഓക്കെ, നേരത്തെ റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞു, ഇവിടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കുക. കിട്ടിയല്ലോ. ഇനി അടുത്തത് ഡേ 25 ആൻഡ് 26 നോക്കേണ്ടത് ജാമിതി, 3D. ഓക്കെ, 3D കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ക്യൂബ്, ഇപ്പോൾ വൃത്തം മറ്റേൽ പഠിക്കാം അല്ലേ. 2Dയിൽ വൃത്തം പഠിക്കുകയാണെങ്കിൽ ഇതിലെന്താണ് ഗോളമാണ് പഠിക്കാണ്ടാവുക. പിന്നെന്താണ് അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അല്ലേ, സമഭുജ, സാമാന്ത്രികം, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് 3D ഫോമിൽ വരുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുക, മലയാളം വൊക്കാബുലറിയും കമ്പൈൻ ചെയ്ത് പഠിക്കാം. ഇനി ഡേ 27 ആൻഡ് 28 കലണ്ടറും തീയതിയും. ഓക്കെ, കലണ്ടർ, തീയതി എന്നുള്ളൊരു ഏരിയയാണ്. കലണ്ടറാണ് പഠിക്കേണ്ടത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുക. ഇംഗ്ലീഷ്, മലയാളം വൊക്കാബുലറി കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. ഇതാണ് 27, 28 ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. ഇനി 29, 30 ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുക, മലയാളം വൊക്കാബുലറി പഠിക്കുക. പ്രോഗ്രഷനുകൾ, അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രോഗ്രഷൻ, AP, GP എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഇപ്പം എന്താണ് എണ്ണാം പദം, ആ സംഭവങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അല്ലേ. nth ടൈം കണ്ടുപിടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി 31, 32 തീയതികളിൽ ദിവസങ്ങൾ പഠിക്കേണ്ടത് ഡേ എന്താണ് കമ്പൈൻഡ് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ് വൊക്കാബുലറി, അതുപോലെ തന്നെ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് എന്നുള്ളൊരു ടോപ്പിക്ക്, അത് പഠിക്കുക. ഓക്കെ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. ഇനി അടുത്ത് പറയുന്നത് 33, 34 ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി. ഇനി അത് സ്ഥിരം നമ്മുടെ ദിവസത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം കേട്ടോ. ഇംഗ്ലീഷ് വൊക്കാബുലറി, മലയാളം വൊക്കാബുലറി, അതുപോലെ തന്നെ സാഹിത്യം എന്നുള്ളൊരു ഏരിയയും കൂടി ഇവിടെ കവർ ചെയ്ത് പോവാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ഓക്കെ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നന്നായി പഠിച്ചു പോവാം. ഇനി MTനെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടി വരും. ഓക്കെ, ഒരു ചോദ്യം ഷുവറാണ് കേട്ടോ MTയെ കുറിച്ച്. അദ്ദേഹം റീസെൻ്റായിട്ട് അന്തരിച്ച ആളാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നന്നായി തന്നെ നോക്കണം. പിന്നെ PYQ, പിന്നെ നോക്കേണ്ടത് PYQ ആണ്. MEM ആയിട്ട്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, അതിൽ ആ ഒരു ഏരിയയിലെ PYQs പിന്നെ നന്നായിട്ട് റിവൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി 35, 36 ദിവസങ്ങളിൽ MEM റിവിഷൻ തന്നെയാണ്. എല്ലാ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ മലയാളം, ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ കറക്ഷൻ ഓഫ് സെൻറ്റൻസ് കറക്ഷൻ എന്നുള്ളത്, അത് ഈ ടെൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോഴാണ് ഈ സെൻറ്റൻസ് കറക്ഷൻ ശരിയാവുള്ളൂ. അതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് എന്താ മിസ്റ്റേക്കാണ് ഒരു സെൻറ്റൻസിൽ വന്നിട്ടുള്ളത് എന്ന്. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ആ ഒരു ഗ്രാമറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഇതൊക്കെ അറിയണമെങ്കിൽ നേരത്തെ ടെൻസ് കാര്യങ്ങളൊക്കെ പഠിച്ച് പോയാൽ തന്നെ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് അവസാനം ഇട്ടത്. അതുപോലെ തന്നെ കൃതികൾ, കഥാപാത്രങ്ങൾ എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും അങ്ങനെ പഠിക്കുമ്പോൾ എന്താണ് പണ്ട് തൊട്ടേ ചോദിക്കുന്ന ഏരിയകളുണ്ട്. ആദ്യത്തേത് അല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുകൊണ്ട്. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കൃതികൾ, ഇപ്പോൾ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ വയലാർ അവാർഡ് ഏതിനാണ്, അങ്ങനെ ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ് എന്തെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കൃതികൾ, അതിൻ്റെ എന്താണ് കർത്താക്കൾ, അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് ആ കൃതികളുടെ കഥാപാത്രങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചു തീർക്കാം. ഓക്കെ, ഇനി ഡേ
ഡേ 37 ആൻഡ് 38 എന്താണ് ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുക. പിന്നെ എന്താ MEM റിവിഷൻ. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഓരോന്ന് ഉൾപ്പെടുത്തി പഠിക്കുക. ആദ്യം കറണ്ട് അഫെയർസ് തീർക്കേണ്ടത് എന്താണ് ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫെയർസ് തീർത്തെടുത്ത് പോവാം. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ വൊക്കാബുലറി ഇംഗ്ലീഷ് അല്ലേ അങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ അതിലെല്ലാത്തിനും കറണ്ട് അഫെയറും കൂടി ഉൾപ്പെടുത്തി പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോപ്പിക് വൈസ് എല്ലാം പഠിച്ചു തീർക്കുക. അപ്പോൾ ചാന്ദ്രയാൻ നമ്മൾ കുറേ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. 23, 24, 25 ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ വരികൾ എഴുത്തുകാർ എന്നുള്ളൊരു ടോപ്പിക്കും കൂടി തീർക്കുക. വരികൾ എഴുത്തുകാർ ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെയും ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിലധികം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ കോഡൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സാണ് കാണുക. ഇനി അടുത്ത് 39-40 ദിവസങ്ങളിലും അതെ മലയാളം വൊക്കാബുലറി ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുക. പിന്നെ MEM റിവിഷൻ ചെയ്യുക. PYQs ഒക്കെ ചെയ്തിട്ടാണ് ഈ MEM റിവിഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്തെങ്കിലും 2 ദിവസമാണ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ ഓരോ ടോപ്പിക്കിന്. അപ്പോൾ അത് ചിലപ്പോൾ മതിയായിന്ന് വരില്ല, ചിലപ്പോൾ പെൻഡിങ് ഉണ്ടായിരിക്കാം. അതൊക്കെ തീർക്കുക, വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ മലയാളം സിനിമ എന്നുള്ളത് ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. ഓക്കെ, പിന്നെ കറണ്ട് അഫെയർ ടോപ്പിക്ക് നോക്കുക. ഇനി ഡേ 41, 42 ഇംഗ്ലീഷ് വൊക്കാബുലറി മലയാളം വൊക്കാബുലറി കമ്പൈൻഡ് MEM റിവിഷൻ കറണ്ട് അഫെയർ. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 43-44 ദിവസങ്ങളും ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷ് വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുക, മലയാളം വൊക്കാബുലറി പഠിക്കുക, MEM മലയാളം ഇംഗ്ലീഷ് മാത്സ് റിവിഷൻ ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക, കറണ്ട് അഫെയർ പഠിക്കുക. ഈ 45-46 ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ കമ്പൈൻ ചെയ്ത് പഠിക്കുക, MEM റിവിഷൻ കറണ്ട് അഫെയർ. ഇത് തന്നെയാണ് നമുക്കിനി എപ്പോഴും ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 47-48 ദിവസങ്ങളിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി മലയാളം വൊക്കാബുലറി MEM റിവിഷൻ കറണ്ട് അഫെയർ. അതിൻ്റെ ഒപ്പം തന്നെ മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിലെ ആദ്യത്തെ കൃതികൾ കർത്താക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൃതികൾ കർത്താക്കൾ നേരത്തെ പറഞ്ഞിരുന്നു, കൃതികൾ കർത്താക്കൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എന്താണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആനുകാലിക പ്രാധാന്യം ഉള്ളതോട് കൂടിയിട്ടും പഠിക്കണം, ആദ്യത്തെയും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെയും പഠിച്ചു പോവാം. ഇനി ലാസ്റ്റ് ദിവസം 49-50 ആണ് ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി കമ്പൈൻഡ് ആയിട്ട് പഠിക്കുക, MEM റിവിഷൻ. അതുപോലെ തന്നെ എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളം സാഹിത്യത്തിലുള്ള ഒരു ഏരിയ മൊത്തം കവറാവും. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇതൊക്കെ ഒറ്റയടിക്ക് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകും. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഇതിലൊക്കെ നിങ്ങൾ കറണ്ട് അഫെയർസ് ഇത്തിരി ഉൾപ്പെടുത്തിയിട്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ സേഫായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് GK നമുക്ക് നേടേണ്ട ആവശ്യമുള്ളൂ. അത്ര അധികം കട്ട് ഓഫ് ഒന്നും വരാത്ത ഒരു ഇതാണ്. ഡിഗ്രി പ്രിലിംസിനൊന്നും അല്ലാണ്ട് കട്ട് ഓഫ് വരാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല എളുപ്പമുള്ള പേപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയകൾ തന്നെ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ കുറച്ചും കൂടി ഇതുള്ള കുട്ടികൾക്ക്, കാലിബറുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്താണ് ഒരു 25 ദിവസം കൊണ്ട് തന്നെ ഇത് തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മലയാളം വീണ്ടും പറയുകയാണ്, വൊക്കാബുലറി കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് എല്ലാം ഉൾപ്പെടുത്തി പഠിക്കുക. ഒറ്റയടിക്ക് സിനോണിംസിന് 2 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ ഡേ 1, ഡേ 2 എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടും കൂടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡേ 2 പഠിക്കുമ്പോൾ ഡേ 1 കൂടി ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ റിവിഷൻ കലക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ അത്രയും യൂസ്ഫുൾ ആയിരിക്കും. GKക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചായിട്ടൊരു ടൈം ടേബിൾ ആയിട്ട് തരുന്നേക്കാൾ ഏറ്റവും നല്ലത് എന്താണ് ഇതിനോടൊപ്പം തന്നെ ഏതെങ്കിലും GK പാർട്ടുകൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇതിങ്ങനെ ഇതിന് മാത്രം ടൈം ടേബിൾ ഇടുക, അത് വളരെയധികം നല്ലതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഒരാഴ്ച കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കുക, ഒരാഴ്ച എക്കണോമിക്സിന്, ഒരാഴ്ച കേരള ഗവേണൻസിന്, ഒരാഴ്ച സുപ്രധാന നിയമത്തിന്, അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടോപ്പിക് കവർ ചെയ്ത് പോകും. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ളതിനൊന്നും ഒരുപാട് നേരം കളയരുത് എന്നാണ് പറയാനുള്ളത്. എന്നാൽ പഠിക്കാണ്ട് പറ്റുമോ അതുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ഇപ്പോൾ ട്രാവൻകൂർ റൂളേഴ്സ്, അതുപോലെ ഇപ്പോൾ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എടുക്കുകയാണെങ്കിൽ 1857 വിപ്ലവം, INC, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, മറ്റേതിൽ കേരളത്തിലാണെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം, പിന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ഇതൊന്നും നമുക്കൊന്നും കളയാനില്ല. പിന്നെ വേൾഡ് ജോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫിയിൽ മെയിനായിട്ട് SCERT മാത്രം നോക്കി പോയാൽ മതിയായിരിക്കും. പിന്നെ ഇപ്പോൾ ബയോളജിക്ക് നല്ല ഡീപ്പായിട്ട് പഠിക്കുക, 6 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ SCERT മാത്രം പഠിച്ചാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് 10th മെയിൻസ് എക്സാമുകൾക്കൊക്കെ കേട്ടോ, പ്രിലിംസ് 10th മെയിൻസിനൊക്കെ. ഡിഗ്രി മെയിൻസിന് അത് മതിയാവുമെന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലെത്തും. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. ഓക്കെ, താങ്ക് യു.